അപ്പോൾ നമ്മൾ കുള്ളനായിട്ട് വളർത്തിയ കുള്ളൻ പപ്പായൻ്റെ ആദ്യത്തെ പപ്പായ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനുള്ള തിരക്കിലാണ് നമ്മൾ. അപ്പോൾ ഇത് എയർ ലെയറിങ് ചെയ്തതൊക്കെ നിങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവും. അന്ന് ഉണ്ടായിരുന്ന പപ്പായാണ് കൂടെ പഴുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഉണ്ടായതാണ് ഇതൊക്കെ. വളർന്ന് അടിപൊളിയായിട്ടാണ് നന്നായിട്ട് വളർന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. എയർ ലെയറിങ് ചെയ്ത് വെച്ച പപ്പായ ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ മുമ്പേ ഒന്ന് ചെയ്ത് വെച്ചത് അത് ഈ ഗ്രോ ബാഗിലായതുകൊണ്ട് മുരടിച്ച് വളർച്ചയില്ലാതെ പോയി. അപ്പോൾ നമ്മളിത് നേരെ കട്ട് ചെയ്ത് പറമ്പിലാണ് വെച്ചത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ രീതിയിലുണ്ടായി, നല്ല രീതിയിൽ വളർന്ന് മുരടിച്ചൊന്നുമില്ലാതെ അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പപ്പായാണ് ഇപ്പം പറിക്കുന്നത്. അത് നമ്മളൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. അതൊന്ന് കെട്ടയച്ച് നോക്കാം. നല്ല വാവായിട്ട് അടിപൊളിയായിട്ട് പറിച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മളിത് മരത്തിൽ നിന്ന് കട്ട് ചെയ്യുന്നൊരു വിദ്യ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ചേട്ടാ. നമ്മളിതൊന്ന് നല്ല തുടച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കട്ടിങ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ നമുക്ക് പപ്പായ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ പറയാം. നല്ല ടേസ്റ്റുള്ളതാണെങ്കിൽ വീണ്ടും നമ്മളിത് ഇതിനെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി വെട്ടിയിട്ട് നമുക്ക് പൊള്ളനാക്കി വീണ്ടും വളർത്താം. അപ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം.